Good afternoon, everyone. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Yeah, good afternoon. എല്ലാവരും എത്തുന്നേ ഉള്ളൂ ക്ലാസ്സില്. കറക്റ്റ് ടൈമിൽ വരാൻ നോക്കാം ക്ലാസ്സില്. ഓക്കെ, ബി ഓൺ ടൈം. ഓക്കെ. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് അതിനിടയിൽ വന്ന് കയറുമ്പോ അവർക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ അല്ലേ? കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. Have you had your lunch? Yes, ma'am. Yes. Lunch കഴിച്ചോ? Yes. Okay. Yes, ma'am. കഴിച്ചില്ല, അഞ്ചു കഴിച്ചില്ല, എന്ത് പറ്റി? സമയം വരുന്നുള്ളൂ മാം. സമയമുണ്ടായിരുന്നു. ഓക്കെ. മിസ് കഴിച്ചോ? ഞാനും കഴിച്ചു. ഓക്കെ. മാം കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ഇട്ടില്ലായിരുന്നോ ഗൂഗിൾ ക്ലാസ്സില്? അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യനോ? നൗൺസിന്റെ പ്രോണൗണ്ടിന്റെ. ആണോ? കളഞ്ഞോ അത്? അതെ. പറയട്ടോ ചോദിച്ചോട്ടെ. ഇനി അത് ഗൂഗിൾ ക്ലാസ്സിൽ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. അവര് പറഞ്ഞായിരുന്നല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്ലാസ്സിന്റെ ടൈമിൽ കൊടുക്കാൻ. അത് മാം അങ്ങനെ അപ്ലോഡ് ചെയ്തത് കൊണ്ടാന്ന് തോന്നുന്നു, അറിയാൻ മേല. ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ മാം. ഓക്കെ. ക്വസ്റ്റ്യൻസ് അങ്ങനെ തരണേണ്, പൊതുവെ തരാറുണ്ട്. വേറെ ക്ലാസ്സിൽ ഞാൻ കൊടുക്കാറുണ്ട് ക്ലാസ്സിലൊക്കെ. പിന്നെ എന്താണെന്ന് അറിയില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ ആയില്ലേ? നമ്മ എവിടെ വരെ എടുത്തേ കഴിഞ്ഞ ക്ലാസ്സിൽ? പറയൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് ടോപ്പിക് വി ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് ക്ലാസ്? പറയൂ. വെർബും അഡ്ജക്റ്റീവും. സോറി, ആഡ്വർബും. ആഡ്വർബ്. അഡ്ജക്റ്റീവ് എടുത്തായിരുന്നോ? അത് കഴിഞ്ഞു. അപ്പൊ വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, ഇത് മൂന്നും കംപ്ലീറ്റ് ആയില്ലേ നമ്മള്? യെസ് മാം. യെസ്. എന്താ പറയാവോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ഒരു ഷോർട്ട് നോട്ട് ആക്കി പറയാവോ ആരെങ്കിലും? വെർബ് എന്താ, അഡ്ജക്റ്റീവ് എന്താ, ആഡ്വർബ് എന്താ എന്നൊക്കെ പറയാവോ? പറയൂ. എന്താ വെർബ്? എന്താ? വാട്ട് ഈസ് വെർബ്? ആക്ഷൻ വേർഡിനെയാണ് വെർബ് എന്ന് പറയുന്നത്. പിന്നെ ആഡ്വർബ് എന്ന് പറയുന്നത് ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയുമ്പോൾ അത് ആഡ്വർബ് ആകും. ഓക്കെ. വെർബിൽ ആക്ഷൻ വെർബ് മാത്രമേ ഉള്ളൂ? ആക്ഷൻ വെർബ് മാത്രമേ നമ്മൾ പഠിച്ചേ? ആക്ഷൻ അല്ല, പറയൂ. ട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്, ഓക്സിലറി വെർബ്. ഓക്കെ. അല്ലാതെ ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും ഇല്ലേ? അല്ലേ? നമ്മള് സാധാരണ സെന്റൻസ് കാണുമ്പോൾ എന്താ ഒരു ആക്ഷൻസ്, ചിലപ്പോൾ ആക്ഷനുള്ള സെന്റൻസ് ഉണ്ടാവാം, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ള സെന്റൻസ് ഉണ്ടാവാം, അല്ലെ? അപ്പൊ വെർബ് എന്താ? ഒരു ആക്ഷൻ വെർബും ഉണ്ട്, സ്റ്റേറ്റ് വെർബും ഉണ്ട്, അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ ആരെങ്കിലും. ആക്ഷൻ വെർബിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. She is running. Is running. Okay. State verb. Ram is a boy. She is running fastly. അത് she is running fastly, അത് adverb ആണ്.
ഒരു സ്റ്റേറ്റ് വേർബ് പറഞ്ഞേ. He is hungry. ഹീസ് Hungry. ക്ലിയർ അല്ല. I agree with him. Meena is a teacher. ഹീസ് ഹംഗ്രി. ഓക്കെ, എന്തോ വേറെന്താ പറഞ്ഞേ? I agree Meena with is a him. teacher. Meena is a teacher. ഐ ലൈക്ക് ടീച്ചേഴ്സോ? She is a teacher. ഷീസ് എ ടീച്ചർ. അതൊരു സ്റ്റേറ്റ് വേർബ് ആണ്. ഓക്കെ, then ഫാത്തിമ. ഫാത്തിമ, can you hear me? ശ്രുതി സതീഷ്, are you there? ക്ലാസ്സിലുണ്ടോ? No. വിളിക്കുന്നു. I agree with him. I agreed with him. Him. Yeah, I agreed with him. Okay. അതെന്ത് വേർബാ? സ്റ്റേറ്റ് വേർബ് ആണ്. ഓക്കെ, അപ്പൊ ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ എല്ലാരും? ഇൻട്രാൻസിറ്റീവ് വേർബ് എന്തായിരുന്നു? Object is complete the sentence. ഇൻട്രാൻസിറ്റീവ്. No object. Yeah, no object. There is no object. അല്ലേ? യോ, ഓക്കെ, എക്സാമ്പിൾ പറയാമോ? ഇല്ലാതെ എക്സാമ്പിൾ പറയൂ. ഒബ്ജക്റ്റ് ഇല്ലാതെ വരുന്ന എല്ലാ സെന്റൻസ് എന്താ? ഇൻട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയൂ. തെറ്റിയാലും കുഴപ്പമില്ല, ട്രൈ ചെയ്യൂ, പറയൂ. ആരെങ്കിലും ഇൻട്രാൻസിറ്റീവ് വേർബിന് എക്സാമ്പിൾ? He is watching. Yeah, he is watching. അത് കംപ്ലീറ്റ് ആവില്ലല്ലോ. ഒബ്ജക്റ്റ് ഇല്ലാതെ കംപ്ലീറ്റ് ആവില്ല. He is watching എന്ത് അല്ലെ? എന്താണ് വാച്ച് ചെയ്യുന്നതിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ലേ? അത് കംപ്ലീറ്റ് അല്ല ആ He സെന്റൻസ്. is watching movie. എന്തോ? He is watching movie. ഒരാള് പറയണം. He is watching movie. It is raining. പറ്റുമോ? കമന്റ് ചെയ്യൂ. എല്ലാവരും ഒരുമിച്ച് പറയുമ്പോ ഞാൻ പേര് വിളിക്കുമ്പോ ആരും പറയില്ല, സംസാരിക്കില്ല. അതാണ്. ഷാഹിറ പറയൂ. He is watching movie. അത് ഏത് വേർബാണ്? She is watching movie. Transitive verb. Transitive verb. Intransitive verb. പറയൂ. Transitive. ട്രാൻസിറ്റീവ്. യാ, അപ്പൊ ഇൻട്രാൻസിറ്റീവ് വേർബോ? ഇപ്പൊ ആരാ കമന്റ് ചെയ്ത്? ഇറ്റ്സ് റെയിനിങ്ങോ? ഐ വാസ് സ്ലീപ്പിംഗ്. അതെ, ഐ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. അവിടെ there is no object. So the sentence is complete without an object. അല്ലേ? He is going. Okay. Is going. She reads slowly. Intransitive verb. She reads slowly. Okay, intransitive verb ആണ്. She reads the book. Transitive verb. Yeah, she reads book. Transitive verb. Correct ആണ്. ഓക്കെ, അപ്പൊ വേർബ് എന്താണെന്ന് മനസ്സിലായല്ലേ? ആക്ഷൻ വേർബ് എന്താണെന്നും സ്റ്റേറ്റ് വേർബ് എന്താണെന്നും ഇൻട്രാൻസിറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ് വേർബ് എന്താണെന്നും എല്ലാവർക്കും ക്ലിയർ ആയി. ഓക്കെ, ദെൻ ഏതാ പഠിച്ചത് നമ്മള്? ആഡ്വേർബ് പറഞ്ഞു അല്ലെ? ആഡ്വേർബ് എന്താണ് പറയൂ. ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രവൃത്തിയെ. It is used to modify descriptive verb. ഓക്കെ, ഡിസ്ക്രൈബ്സ് എ വേർബ് അല്ലേ? ഓക്കെ, എക്സാമ്പിൾ പറയൂ. He sings beautifully. He is speaking honestly.
He is speaking honestly. Okay. Then, She is running fast. quickly. yeah, she's running fastly. Then, He ate the She sandwich ran. quickly. okay. ഒരു വേർബിനെ അല്ലെ വേർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ നമ്മ ഏതൊക്കെയാ പഠിച്ചേ? ഐ റോട്ട് ഇറ്റ് കെയർഫുള്ളി. ഓക്കെ, കറക്റ്റ്. അപ്പൊ അതിൽ നമ്മ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എഴുതിയായിരുന്നോ? Yes, ma'am. എല്ലാവരും എഴുതി. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവിനും സൂപ്പർലേറ്റീവിനും എക്സാമ്പിൾ പറഞ്ഞ എല്ലാവരും പറയൂ. Sang the song better than the others. ക്ലിയർ ആയില്ല, ഒന്നുകൂടെ മനസ്സിലാവും. He sang the song better than the others. Yeah, better than the others. Okay, clear. അത് ഏത് വേർബാണ്? Comparative adverb. Yeah, comparative adverb ആണ്. Okay, അപ്പൊ സൂപ്പർലേറ്റീവ് എക്സാമ്പിൾ പറയൂ. സൂപ്പർലേറ്റീവ് പറയൂ. സൂപ്പർലേറ്റീവ് My sister always faster than me. അത് കമ്പാരിറ്റീവ് ആണ്. My sister always faster than me. അത് കമ്പാരിറ്റീവ് ആണ്. അപ്പൊ സൂപ്പർലേറ്റീവ് എന്താ വരാ? Fastest. ഫാസ്റ്റസ്റ്റ്. ഫോർ എക്സാമ്പിൾ പറയൂ. Make a sentence. She works hardest than me. ഇല്ല, അങ്ങനെ വരില്ല. സൂപ്പർലേറ്റീവ് ഞാൻ എക്സാമ്പിൾ തന്നില്ലായിരുന്നോ? She is a best singer than me. അത് കമ്പാരിറ്റീവ് ആണ്. Superlative തന്നിട്ടില്ല miss. കമ്പാരിറ്റീവിന് എക്സാമ്പിൾ തന്നിരുന്നു ഞാൻ. കമ്പാരിറ്റീവിന് തന്നിരുന്നു. സൂപ്പർലേറ്റീവ് തന്നില്ല അല്ലെ? ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ സൂപ്പർലേറ്റീവ്. She is the most clever. She is the most clever student in the class. She is the most clever student in the class. She is the most clever student in the class. She is the most clever student in the class. Clever. C-L-E-V-E-R. Clever. She is the most clever student in the class. അവിടെ എന്താ വന്നിരിക്കുന്നേ? Clever. ക്ലവർ ആണോ? Most clever. Most ക്ലവർ. അതെന്താ? സൂപ്പർലേറ്റീവ് ആണ് അല്ലെ? അപ്പോ കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കമ്പയറിംഗ് ഉണ്ടാവും അവിടെ. ഓക്കെ, സൂപ്പർലേറ്റീവ് കമ്പയറിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല അവിടെ എന്താ മോസ്റ്റ് എന്നൊക്കെ വരും, ഫാസ്റ്റസ്റ്റ് വരും. ഓക്കെ, എസ് ടി ചേർത്തായിരിക്കാം വരാം. ഓക്കെ, കമ്പാരിറ്റീവിലാണെങ്കിൽ ER ചേർത്തായിരിക്കും വരാം. ബ്യൂട്ടിഫുള്ളി ആണെങ്കിൽ മോർ ബ്യൂട്ടിഫുള്ളി ആയിരിക്കും. ഓക്കെ, അത് സൂപ്പർലേറ്റീവ് വരുമ്പോ എന്താ മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി വരാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതൂ. This is the most wonderful movie I have ever seen. I have ever seen. This is the most wonderful movie I have ever seen. This is the most wonderful movie I have ever seen. Okay, ഇവിടെ ഏതാ വന്നിരിക്കുന്ന വേർഡ്? Most wonderful. Most wonderful. മോസ്റ്റ് വണ്ടർഫുൾ ആണ്. അപ്പൊ എന്താ? സൂപ്പർലേറ്റീവ് ആണ്. ഓക്കെ, കമ്പാരിറ്റീവില് എപ്പോഴും ഒരു കമ്പയറിംഗ് ഉണ്ടാവും, ഒരു താരതമ്യം ഉണ്ടാവും അല്ലെ? എന്താ? അവിടെ എന്നെക്കാൾ സ്പീഡിൽ ഓടി അല്ലെ? ഫാസ്റ്റർ ദാൻ റൺ ഫാസ്റ്റർ ദാൻ മീ എന്നൊക്കെ പറയാം അല്ലെ? ഒരു കമ്പയർ ആണത്. എപ്പോഴും കമ്പാരിറ്റീവ് ഒരു കമ്പയർ ആയിരിക്കാം. അവിടെ വരാ എന്താ? ER ചേർത്ത് വേർഡേ വരുള്ളൂ. ഫാസ്റ്റർ അല്ലെ? മോർ ബ്യൂട്ടിഫുൾ അല്ലെ? സ്ലോവർ. ഓക്കെ, അപ്പൊ അതൊക്കെ ER ചെയ്ത വേർഡായിരിക്കും വരിക. കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് മനസ്സിലായോ? Yes, ma'am. Yes, ma'am.
ഇത് സൂപ്പർലേറ്റീവ്, അഡ്ജക്റ്റീവ്, സൂപ്പർലേറ്റീവ്, ആഡ്വേർബ് അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെയുണ്ട്. സെക്കൻഡ് പറഞ്ഞത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് സൂപ്പർലേറ്റീവ് അഡ്വേർബ് ആണ്. കാരണം വെർബിനെ മോഡിഫൈ ചെയ്യുന്നു. ആ സെന്റൻസ് നോക്കുക, വെർബിനെ മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾസ് തന്നിരുന്നു ഞാൻ. അഡ്ജക്റ്റീവിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും. ഇല്ല മാം, കമ്പാരിറ്റീവ് മാത്രം. കമ്പാരിറ്റീവ് മാത്രം, അതെ. ഓക്കെ. സൂപ്പർലേറ്റീവ് ഒരെണ്ണം എഴുതിക്കോളൂ, അഡ്വേർബില് ഒരെണ്ണം എഴുതിക്കോളൂ. John is the fastest runner on the team. John is the fastest runner on the team. അവിടെ എന്താണ് ജോണിന്റെ ജോൺ എന്താ ഫാസ്റ്റ് ആയിട്ട് ഓടുന്നത് അല്ലെ? വേർബിനെയാണ് അവിടെ എന്താ മോഡിഫൈ ചെയ്തേക്കുന്നത് അല്ലെ? സ്പീഡിൽ ഓടുക അല്ലെ? റണ്ണർ. അല്ലാതെ ജോണിനെ അല്ല അവിടെ ഡിസ്ക്രൈബ് ചെയ്തത്. അതാണ് അഡ്ജക്റ്റീവും അഡ്വേർബും തമ്മിൽ വ്യത്യാസം. Okay, John is the fastest runner on the team. Okay, ഇവിടെ fastest വന്നത് കൊണ്ട് എന്താ അത് സൂപ്പർലേറ്റീവ് ആണ്. Then ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. ടീന ഡ്രൈവ് ചെയ്യുക. ടീന ഡ്രൈവ്സ് the most intelligently. The most intelligently. ടീന ഡ്രൈവ്സ് the most intelligently. Tina drives the most intelligently. ഇത് എന്താണ്? സൂപ്പർലേറ്റീവ് ആഡ്വേർബ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞോ? Yes, ma'am. ഓക്കെ, അഡ്ജക്റ്റീവിന് ഒന്ന് എക്സാമ്പിൾ എഴുതിക്കോളൂ. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്. Alex was taller than Samuel. Alex was taller than. അതേ എഴുതിയിനി കഴിഞ്ഞ അതെ ക്ലാസ്സില്. എഴുതിയിട്ടുണ്ട്. എഴുതിയതാ മാം. എഴുതിയായിരുന്നു. അതാണ് അഡ്ജക്റ്റീവ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് അതാണ്. ഓക്കെ, സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് എഴുതിയിട്ടില്ല. സൂപ്പർലേറ്റീവ് ചെയ്തിട്ടില്ല. Simi is the most beautiful woman I have ever seen. Simi is the most beautiful woman I have ever seen. Simi is the most beautiful woman I have ever seen. ഇത് ഏതാ? പറയൂ. സൂപ്പർലേറ്റീവ് പറയൂ. സൂപ്പർലേറ്റീവ് Superlative adverb. അഡ്ജക്റ്റീവ് ആണ്. ആഡ്ജക്റ്റീവ്. അവിടെ നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സിമിയാണ് അല്ലെ? സിമിയാണ് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണെന്ന്. അല്ലാതെ സിമി ചെയ്ത ഒരു പ്രവൃത്തിയേ അല്ല. ഓക്കെ, I am the happiest person in the world. Next example. I am the happiest person in the world. പറയുന്ന സ്പീഡ് കുറയ്ക്കണം. ഓക്കെ, ഒന്നും കൂടെ പറയാം. okay. I am the happiest person in the world. I am the happiest person in the world. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി. I am the happiest person in the world.
ഇത് ഏതാണ്? Superlative adjective. 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 സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? അഡ്ജക്റ്റീവ് ആഡ്വർബ് ക്ലിയർ ആയോ? Ma'am. ഡൗട്ട് ഉണ്ടോ ഇനി? മാം ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് പറയാമോ? ക്വസ്റ്റ്യൻ അല്ല, എക്സാമ്പിൾ. സിമി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലായിരുന്നു. സിമി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി സിമിയാണ്. സിമി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഐ ഹാവ് എവർ സീൻ. I have ever seen. For example, എഴുതിക്കോളൂ. Alex is the smartest student in the class. 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 Okay, clear? Okay, ma'am. ഏതാണ്? Superlative adjective. Superlative adjective. Adjective. Next one. This chair is the most expensive one. This chair is the most expensive one. This chair is the most expensive one. ഏറ്റവും എക്സ്പെൻസീവ് ആയ ചെയറിൽ ഒന്നാണ് ഇത്. This chair is the most expensive. EXPENSIVE. Expensive one. ONE1. This chair is the most expensive one. This chair is the most expensive one. ഇതും എന്താണ്? അഡ്ജക്റ്റീവ്. Expensive എന്താ മാം? Expensive. One. ONE1. ഇത് എന്താണ്? Superlative adjectives. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. കമ്പാരിറ്റീവ് എക്സാമ്പിൾസ് പറയൂ. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവോ? കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവിന് കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. എഴുതിയിരുന്നോ? ഓക്കെ, കുറച്ചുകൂടെ എഴുതിക്കോളൂ എക്സാമ്പിൾ കമ്പാരിറ്റീവിന്. He is more intelligent than Sam. He is more intelligent than he is more intelligent than Sam. He is more intelligent than Sam. He is more intelligent than Sam. ഇത് ഏതാണ്? Comparative adjective. Comparative adjective ആണ്. Okay, then next example. Blood is thicker than water. 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 Okay. പറയൂ. Identify the sentence. Adjective. Comparative adjective. Comparative adjective.
The chicken is older than the duck. The chicken is older. The chicken is older. O-L-D-E-R. Older. The chicken is older than the duck. Older than the duck. D-U-C-K. Duck. The chicken is older than the duck. Okay. So, comparative superlative മനസ്സിലായില്ലേ? Adjective മനസ്സിലായില്ലേ? Yes. Clear? Okay. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്ക്രീൻ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. Identify the action verb. We need coffee. This is my bag. We eat healthy foods. പറയൂ, ആൻസർ പറയൂ. We eat healthy foods. ഈ ക്വസ്റ്റ്യൻസ് ആരും എഴുതിയെടുക്കണ്ടേ? ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് തരും നാളെ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, ആൻസർ പറയാം. ആക്ഷൻ verb എന്ന് പറയുന്നത് ഏതാണ്? We eat healthy foods ആണ്. ഓക്കെ, ബാക്കി ഏതൊക്കെയാണ്? സ്റ്റേറ്റ് verb ആണ്. Yeah, we need coffee എന്ന് പറയുന്നത് എന്താ? സ്റ്റേറ്റ് verb ആണ്. This is my bag എന്ന് പറയുമ്പോഴോ? സ്റ്റേറ്റ് verb ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ജന സുധീഷ്. അഞ്ജന, ഹൗസ് സേഫ് ആൻഡ് റെഡി. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അഞ്ജന സുധീഷ് കേൾക്കുന്നുണ്ടോ? അഞ്ജന, സോറി. ഓക്കെ, ആരെങ്കിലും ഒന്ന് വായിക്കാവോ? സെക്കൻഡ് വൺ. Tomorrow I am going to buy new shoes. അത് adverb of time അല്ലേ? സമയം. Yeah, adverb of time ആണ്. Tomorrow എന്ന് വരുമ്പോൾ അവിടെ ടൈം ആണ് അല്ലെ? Tomorrow I am going to buy new shoes. Answer is adverb of time. Okay, next one. Where I will make you. Please handle the equipment carefully. Make you clear item. Please handle the equipment carefully. Yeah, answer. Ma'am, അത് manner അല്ലേ? Carefully. Yeah, carefully വരുമ്പോൾ manner. Okay. Okay. But third one answer. Please handle the equipment carefully. Answer is manner ആണ്. Then next one. My father. Ma'am, ഒരു ഡൗട്ട്. മാനർ. Okay, പറയൂ. മാം പറഞ്ഞോട്ടെ. അമ്മ മാനർ ആണെന്ന് പറഞ്ഞില്ല. അതൊന്ന് മാം ഒന്നും കൂടി എക്സ്പ്ലനേഷൻ തരാമോ? ക്ലാസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കേസെടുത്തിരുന്നില്ലേ? മാനർ ഡിഗ്രീസിൽ എന്താ വരാ, മാനറിൽ എന്താ വരാ, ഫ്രീക്വൻസിൽ എന്താ വരാ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നോ? പറയൂ, എല്ലാവരോടും ചോദിച്ചേ. പറഞ്ഞിരുന്നില്ലേ? ഡീറ്റെയിലായിട്ട് പറഞ്ഞിരുന്നോ? ക്ലാസ്സിൽ ഉണ്ടായില്ല, പറഞ്ഞില്ല മിസ്. ഇപ്പൊ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. പറഞ്ഞത് അങ്ങനെയാ. ഓക്കെ, ഈ മാനർ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഹൗ, എങ്ങനെയാണ്. ഇപ്പോ എന്താ എക്സാമ്പിൾ പറയാ? ഇപ്പോ പ്ലീസ് ഹാൻഡിൽ ദ എക്യുപ്മെന്റ് കെയർഫുള്ളി അല്ലെ? എന്താ പറയാ? എന്താ അവിടെ പറയുന്നേ? അത് കെയർഫുള്ളി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനല്ല പറയുന്നേ അല്ലെ? എങ്ങനെയാണ് അവിടെ പറഞ്ഞേ? കെയർഫുള്ളി ആയിട്ട് അല്ലെ? എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞേ? കെയർഫുള്ളി ആയിട്ട് അല്ലെ? അപ്പൊ അത് വരുന്നതാ മാനറിലാ വരാം. മാനറും ഹൗ എന്ന് പറയും സെയിം ആയിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം, അവിടെ പറയാം. അപ്പൊ എങ്ങനെയാണ്
എന്നുള്ള ഒരു ഇത് വരുന്നുണ്ടാവും. ഇപ്പൊ ആൻസർ ഇപ്പൊ അടുത്ത നോക്കി വേറെ എക്സാമ്പിൾ പറയാം. So they എന്താ പറയാ, they managed the work very efficiently. ആരാ സംശയം ചോദിച്ച ആളവിടെ? ഞാനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോ ശ്രീജിത്ത്. ഓക്കെ, they managed the work very efficiently. അപ്പൊ എങ്ങനെയാണ് ആ വർക്ക് മാനേജ് ചെയ്തവര്? എഫിഷ്യന്റ് ആയിട്ട്. എഫിഷ്യന്റ് ആയിട്ട്. അപ്പൊ അതെന്താ പറയാ, അത് മാനർ ആയിരിക്കും. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലെ? ഉണ്ടായിരുന്നില്ലെന്നാ പറഞ്ഞത്. മാനർ എന്ന് പറഞ്ഞ പെരുമാറ്റ രീതിയാണോ മാഡം? എന്തോ പെരുമാറ്റ രീതി അങ്ങനെ വരുന്നതാണോ ഈ മാനർ എന്ന് ഉദ്ദേശിക്കുന്നത്? പെരുമാറ്റ രീതിയല്ല. ഇപ്പോ നമ്മൾ ആ സെന്റൻസിലെ ഇപ്പൊ എങ്ങനെയാണ് ഡിഗ്രി നോക്കിയേ അവിടെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതിനുശേഷം നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ പറഞ്ഞാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ തേർഡ് വൺ ക്ലിയർ അല്ലേ അപ്പൊ എല്ലാവർക്കും? കെയർഫുള്ളി അല്ലെ? കെയർഫുള്ളി എന്ന് പറയുമ്പോ മാനർ ആവരാ. എങ്ങനെ? അപ്പൊ അവിടെ മാനർ ആവരാ. ഫോർത്ത് വൺ നോക്കിയേ, മൈ ഫാദർ സ്മോക്സ് ഒക്കേഷണലി. ഫ്രീക്വൻസി പറയാം. എന്തുകൊണ്ടാണ്? വല്ലപ്പോഴും എന്താ സ്മോക്ക് ചെയ്യാറുള്ളൂ അല്ലെ? അത് ആവൃത്തിയാ പറയുന്നത്. എല്ലാ ദിവസവും സ്മോക്ക് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് അല്ലെ? വല്ലപ്പോഴും എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് അല്ലെ? ഡെയിലി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താ ഫ്രീക്വൻസിയിൽ വരും. ഇവിടെ നോക്കിയേ, ഐ ആം സോ എക്സൈറ്റഡ് ടു സീ യു അഗെയിൻ. ഇവിടെ എന്താ പറയാ? ടൈം ആണോ? ഐ ആം സോ എക്സൈറ്റഡ്. I am so excited to see you again. ടൈം ഡിഗ്രി ആണോ? ഡിഗ്രി ആണ്. മീനിങ് അല്ല ഇവിടെ പറയുന്നത്. നിങ്ങളെ വീണ്ടും കാണാൻ പറ്റുന്നതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണെന്നല്ലേ പറയാം. സോ അവിടെ എന്താ ഉപയോഗിച്ചത്? സോ എന്ന് ഉപയോഗിച്ചു അല്ലെ? സോ അതൊക്കെ എന്താ ഡിഗ്രിയിലാണ് വരാ. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിരുന്നല്ലേ ഡിഗ്രിയിൽ എന്തൊക്കെയാ വരാ, ഫ്രീക്വൻസിയിൽ എന്തൊക്കെയാ വരാ, മാനറിൽ എന്തൊക്കെയാ വരാ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നായിരുന്നോ? പറയൂ, എഴുതിയെടുത്തിരുന്നു എല്ലാവരും? ഡിഗ്രി മാനറും എഴുതിയിട്ടില്ലല്ലോ. അങ്ങനെ ക്ലാസ് ചെയ്തിട്ടില്ല മാം. ഡിഗ്രി അത് കോളം വെച്ച് എഴുതിയാല് ഹൗ, വെൻ, ടൈം, വേർ, പ്ലേസ്, ഫ്രീക്വൻസി, ഇത് 4 എണ്ണമാണ് ഉള്ളത്. ഡിഗ്രി മാനർ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. മാനർ ഹൗ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഹൗ എങ്ങനെയാണെന്ന്, അത് തന്നെയാണ് മാനർ. ഹൗ മാനർ ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് ഡൗട്ട് വന്നല്ലേ? ഓക്കെ, അപ്പോ 4 എഴുതിന്നാ പറഞ്ഞല്ലേ? ഹൗ എഴുതി, വെൻ എഴുതി, ടൈം എഴുതി, വേർ എഴുതി, ഫ്രീക്വൻസി എഴുതി. ഓക്കെ, അപ്പൊ എഴുതി നോട്ട് എടുത്തോളൂ. നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഹൗവിന്റെ കൂടെ ഹൗ സ്ലാഷ് ഇട്ടിട്ട് മാനർ എന്നും കൂടെ എഴുതാം. ഹൗ സ്ലാഷ് ഇട്ടിട്ട് മാനർ. ചിലപ്പോ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയാ വരാം. ഓക്കെ, പ്ലീസ് ഹാൻഡിൽ ദ എക്വിപ്മെന്റ് കെയർഫുള്ളി. ഇവിടെ മാനറിന് പകരം ഇവിടെ ഹൗ ആണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞ ആൻസർ? ഹൗ എന്ന് പറഞ്ഞായിരുന്നോ? പറയായിരുന്നോ? എഴുതിയോ? ഹൗ സ്ലാഷ് മാനർ. അപ്പൊ അതിന് താഴെ വരുന്ന എല്ലാരും എന്താ മാനറിൽ പെടുന്നതാണ്. അതിനെന്താ മാനർ അല്ലെങ്കിൽ ഹൗവിനെ പറയുള്ളൂ. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പോ എന്താ വരാ? മാനറിനെ ചോദിക്കുള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ് മാം. ക്ലിയർ അല്ലേ? ഇപ്പൊ മാനർ മനസ്സിലായില്ലേ?
ഓക്കെ, അപ്പൊ ഡിഗ്രിക്ക് താഴെ എഴുതിക്കോളൂ. ഡിഗ്രി, adverb of ഡിഗ്രി, ഡിഗ്രിക്ക് താഴെ എഴുതാം almost, 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 almost. So, 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 so. നീ എന്താണ് ചെയ്യുന്നത്? എന്തോ ഡിഗ്രീസ് വരുന്നത് ഓൾമോസ്റ്റ്, സോ, then little, 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 just, 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 only, 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 really, 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 really. Deeply, 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 deeply. Hardly, 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 hardly. Indeed, next, indeed, INDEED, indeed. Next, most, 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 most. Then much, MUCH, much. Then very, 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 very. Okay, കഴിഞ്ഞോ? യെസ് മാം. ഓക്കെ, മാനറിൽ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യണേ. മാനറിൽ efficiently and fast, efficiently, then fast. ഇത് മാനറിന് താഴെ എഴുതണേ, മാനറിന് താഴെ. ഓക്കെ, efficiently, then fast. ഇതൊക്കെ എന്താ മാനറിലാണ് വരിക. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമോ? മാനറിന്റെ ഹൗ സ്ലാഷ് മാനർ എന്നാണ് ക്ലാഷ് മാനറാ? ആ, സ്ലാഷ് ഒരു ഹൗ അല്ലെങ്കിൽ മാനർ എന്നാണ് അതിനെ പറയാം. ഓക്കെ, അതിന് താഴെ രണ്ടെണ്ണം കുറച്ച് എഴുതിയിട്ടുണ്ട്, അല്ലാതെ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യണം ഞാൻ പറഞ്ഞേ. എഫിഷ്യന്റ്ലി ആൻഡ് ഫാസ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ വേർഡ്സ് എല്ലാം കണ്ടാല് ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ അഡ്വർബ് ആണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? യെസ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ആൻസർ ചെയ്തേ. പ്ലീസ് ഹാൻഡിൽ ദ എക്യുപ്മെന്റ് കെയർഫുള്ളി. മാനർ, മാനർ, ക്ലിയർ അല്ലേ? Then my father smokes occasionally. Frequency, okay. Next, I'm so excited to see you again. ഡിഗ്രി. Yeah, degree ആണ്. Okay. Then the dog is running fast. മാനർ. ഡിഗ്രി. മാനർ. മാനർ. Manner, yeah, manner ആണ്. Okay. Next, okay. This answer is dash. Correct. Correct. This answer is correct. Okay, then Sam and Simi are dash married. Happily married. Yeah, happily. Then this is a dash decision. Wise. Yeah, wise decision.
You need to invest your money dash. Wisely. Wisely. Yeah, wisely ആണ്. Okay, correct ആണ്. Then, who can run dash than Simi? ഫാസ്റ്റർ. Faster ആണ്. Okay, faster. Correct ആണ്. അതെന്താണ് അപ്പോ? faster. Comparative. Comparative. Adverb. Comparative adverb ആണ്. Okay, correct ആണ്. Then, he handled the egg dash than his sister. എന്താ പറയാ അവിടെ? More careful ആണോ? More carefully. More carefully. Very carefully. More carefully അല്ലേ? Most. Comparative അല്ലേ? More അല്ലേ ഉപയോഗിക്കുക? Most ആണെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? He handled the egg more carefully than his sister. അല്ലേ? അങ്ങനെയല്ലേ വരാ? ഏതാണ്? adverb ആണോ adjective ആണോ? Adjective. Adjective. Handle the egg. Handle. Adverb. Comparative adverb. Adverb അല്ലേ? Comparative അല്ലേ? Comparative. Yeah, then 13 one again. Tom ate dash at lunch time. Tom ate dash at lunch time. Sentence ഏതാ? Comparative ആണോ superlative ആണോ? Superlative ആണോ? Superlative. Yeah, superlative ആണ്. അപ്പൊ quickly അവിടെ എന്താ യൂസ് ചെയ്യാം? Most quickly. Yeah. പറയൂ. Most quickly. Yeah, most quickly. Yeah, most quickly ആ വരാ. ഈ quickly, carefully, beautifully, wonderfully ഒക്കെ വരില്ലേ? അവിടെ more അല്ലെങ്കിൽ most ആഡ് ചെയ്യാം. Okay. Yeah. Next നോക്കിയേ. I read dash than my sister. More. Very ആണോ വരിക? Well. Wellന്റെ comparative ഏതാ? Well. Better അല്ലേ? Yeah, better ആണ്. അപ്പൊ superlative എന്തായിരിക്കും? Best ആണ്. Okay, അപ്പൊ ഇവിടെ എന്താ വരാ? വായിക്കൂ. I read better. പോട്ടെ, സൗണ്ട് പോട്ടെ. Better than my sister. I read better than my sister. Better ആണ്. Because the comparative ആണ്. Okay. Next. Sam is the dash person on the cricket team. Strongest. Okay. Stronger. ആ സെന്റൻസ് ഏതാണ്? Comparative. Comparative ആണോ അത്? കമ്പയർ ചെയ്യുന്നുണ്ട് അവിടെ. Superlative adjective. Yeah, superlative ആണ്. Adjective ആണോ adverb ആണോ? Adjective. Adjective. Adjective ആണ്. Okay. Noun. Adjective ആണ്. Clear. Then Ajit is dash than Akhil. Taller than. Taller than Akhil. Comparative ആണ്. Comparative. Adjective. Yeah, adjective ആണ്. Okay. Then വായിക്കൂ, ആരെങ്കിലും വായിക്കൂ, ആൻസർ പറയൂ. Mangoes are sweetest than oranges ആണോ? Sweetest ആണോ? Sweeter than orange. Yeah, sweeter ആണോ? Sweeter. Comparative എപ്പോഴും ER ആഡ് ചെയ്യും. Okay, ER. Fast ആണെങ്കിൽ faster. Cold ആണെങ്കിൽ colder. അല്ലെ? Bigger ആണെങ്കിൽ bigger. ER ആഡ് ചെയ്യും. Superlative ആണെങ്കിൽ EST ആയിരിക്കും. ST ആഡ് ചെയ്യും.
Okay, fastest, biggest, tallest, strongest. Okay. Then next നോക്കിയേ 18th one വായിക്കൂ. Winter is the dash season. Coldest. Coldest. ആ, Coldest season. Superlative. yeah, coldest ആണ്. The coldest season ആണ്, correct ആണ്. അതെന്താണ്? Superlative adjective. Superlative. Yeah, superlative adjective ആണ്. Adjective. Yeah. Then Tom can വായിക്കൂ. run faster than Tina. Faster than Tina. Comparative adjective. Yeah, Comparative adjective. yeah, comparative Adjective. comparative Adjective. Adverb. yeah, Adverb. 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 Then next one, last one വായിക്കൂ. Elephant is bigger than the mouse. Biggest than the mouse. Yeah. The elephant is bigger than the mouse. Comparative. Bigger ആണ്. ഏതാണ്? Comparative adjective. Biggest than. Comparative Adjective. Okay. Clear ആയോ എല്ലാവർക്കും? Yes, ma'am. Verb എന്താണ്? Adjective എന്താണ്? Adverb എന്താണ്? Questions ഒക്കെ വന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? എക്സാമ്പിൾസ് ഒന്നും ഇനി വേണ്ടാലോ. ക്ലിയർ അല്ലേ? Clear. Yeah. ഓക്കെ, അപ്പോ ഇന്ന് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ പോർഷൻ അത് കവർ ചെയ്തു. ഇപ്പോ വെർബും ആഡ്വേർബ് അഡ്ജക്റ്റീവ് എല്ലാം പോർഷൻ കഴിഞ്ഞല്ലോ. അപ്പോ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇന്നലെ നാളെങ്കിലും തരും. ഓക്കെ, അപ്പൊ ആൻസർ ചെയ്യാൻ നോക്കാം. സ്വന്തമായിട്ട് വാല്യൂ ചെയ്യാം. മിസ് ഇപ്പൊ ചെയ്ത എക്സസൈസിന്റെ 9ഉം 10ഉം ഒന്നുകൂടെ ഒന്ന് പറയാമോ? എന്തോ ഇപ്പം ചെയ്ത എക്സസൈസിന്റെ 9ഉം 10ഉം ഒന്നൊന്ന് പറയാമോ? 9ാമത്തെയോ? അതെ 9ഉം 10ഉം. 9ഉം 10ഉം. This is a that decision. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലേ അതിനൊക്കെ ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ ഇട്ടതാ. പെട്ടെന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? അത് അവിടെ ഒരിക്കലും വയസ്സിൽ ഉപയോഗിക്കില്ല. ഓക്കെ, വയസ്സിൽ എന്ന് പറയുന്നത് എന്താ? ഒരു അഡ്വേർബ് ആണ് അല്ലേ? ആണോ? അഡ്വേർബ് ആണോ? വൈസ്ലി, ഹാപ്പിലി, ഇതൊക്കെ എന്താ? അഡ്വേർബ് അല്ലേ? അഡ്വേർബ് ആണ്. അപ്പൊ അഡ്വേർബ് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ദിസ് ഈസ് എ വൈസ്ലി ഡിസിഷൻ എന്ന് പറയോ നമ്മള്? പറയോ? ഇല്ല. അപ്പൊ ദിസ് ഈസ് എ വൈസ് ഡിസിഷൻ അല്ലേ? അങ്ങനെയാ വരാം. അപ്പോ 10ാമത്തെ നോക്കി, യു നീഡ് ടു ഇൻവെസ്റ്റ് യുവർ മണി. ഇവിടെ നമുക്ക് വയസ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അവിടെ എന്താ? അഡ്വേർബ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ? വൈസ്ലി അല്ലെ? യു നീഡ് ടു ഇൻവെസ്റ്റ് യുവർ മണി വൈസ്ലി. ആ സെന്റൻസ് കാണുമ്പോ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? അത് പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അത് ഒന്നറിയാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് എക്സാമ്പിൾസ് തന്നതാണ്. ഓക്കെ, ഇനി എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാല് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? നിൽജ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? നിൽജ മ്യൂട്ട് ചെയ്യാമോ? നിൽജ മരിയ ബെനി മ്യൂട്ട് ചെയ്യാമോ?
ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, കവർ ചെയ്ത് പോകാം. കാരണം ഇതുവരെ ഇപ്പോ നിലവിൽ നമ്മുടെ അടുത്തെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക് ആയിരിക്കും. മിസ്സേ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവിന്റെ ഒരു എക്സാമ്പിൾ എന്തെന്ന് പറയാമോ? ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവോ? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഐ റീഡ് എ ബുക്ക്. ഐ റീഡ് എ ബുക്ക് അത് ട്രാൻസിറ്റീവ് വെർബ് ആണ്. കാരണം ബുക്ക് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഐ റീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല അല്ലെ? എന്താ വായിക്കണേ അല്ലെ? ആ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? അല്ല. അപ്പൊ ഐ റീഡ് എ ബുക്ക് എന്ന് പറയുമ്പോ എന്താ? ഞാൻ ബുക്ക് വായിക്കുകയാണ് അല്ലെ? അപ്പൊ ഒബ്ജക്റ്റ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് വിചാരിക്കുക. അങ്ങനെ ഒരു സെന്റൻസ് കണ്ടാല് ഇപ്പൊ ഐ റീഡ് എ ബുക്ക് എന്നൊരു ക്വസ്റ്റ്യൻ വരെയാണെന്ന് വെക്കുക. അപ്പൊ നിങ്ങളോട് പറയണം ഐഡന്റിഫൈ ദിസ് ഇസ് ട്രാൻസിറ്റീവ് ഓർ ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ആൻസർ എന്തായിരിക്കും അവിടെ? ട്രാൻസിറ്റീവ് വെർബ്. കാരണം എന്താണ്? ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ? അപ്പൊ അതെന്താ? ട്രാൻസിറ്റീവ് വെർബ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോ ഹീസ് റീഡിങ് എന്ന് പറയണമെന്നൊക്കെ. അപ്പൊ അതെന്തായിരിക്കും? ഇൻട്രാൻസിറ്റീവ് ആണോ ട്രാൻസിറ്റീവ് ആണോ? ഇൻട്രാൻസിറ്റീവ്. എന്തുകൊണ്ടാണ്? അവിടെ ഒബ്ജക്റ്റ് ഒന്നുമില്ല അല്ലേ? ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഹീസ് റീഡിങ്, അവൻ വായിക്കുകയാണ് അല്ലെ? അവൻ വായിക്കുകയാണെന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഒബ്ജക്റ്റ് ഇല്ല. അതാണ് ഇൻട്രാൻസിറ്റീവും ട്രാൻസിറ്റീവ് വെർബും തമ്മിലുള്ള വ്യത്യാസം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോ ഈ 11th തുടങ്ങി 12 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, കാണുന്നുണ്ടോ നിങ്ങള്? സൂപ്പർലേറ്റീവും കമ്പാരിറ്റീവും അതിൽ നിന്നായിരിക്കും കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇൻട്രാൻസിറ്റീവും ട്രാൻസിറ്റീവും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇനി? മാം ഇത് എക്സാമിന് വരുമ്പോ ഇങ്ങനെ ബ്രാക്കറ്റ് പ്രൈസ് എല്ലാം ആയിട്ട് ഉണ്ടാവുമോ? ഇങ്ങനെ ബ്രാക്കറ്റ് എല്ലാം ആയിട്ട്? ഉണ്ടാവുള്ളൂ. ഓപ്ഷൻസ് ഉണ്ടാവോ മാം? ഓപ്ഷൻസിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. ഫാസ്റ്റ് എന്ന് കണ്ടാല് ഒന്നല്ലെങ്കിൽ ഫാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിരിക്കാം അല്ലെ? അപ്പൊ നിങ്ങളത് എന്താണ്, ആ സെന്റൻസ് ഏതാണ്, കമ്പാരിറ്റീവ് ആണോ സൂപ്പർലേറ്റീവ് ആണോ നോക്കുക. ദെൻ അവിടെ ഫാസ്റ്റർ ആണോ വരാ, ഫാസ്റ്റസ്റ്റ് ആണോ വരാ നോക്കാം, എഴുതാം. ഓപ്ഷൻസിന്റെ ആവശ്യമില്ല. ഓക്കെ മാം, കെയർഫുള്ളി ആവുമ്പോ അതിന്റെ ഫ്രണ്ടിൽ മോസ്റ്റ് ആയിരിക്കും അല്ലേ? അത് സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ഇത് മോസ്റ്റ് ആയിരിക്കും. അത് കമ്പാരിറ്റീവ് ആണെങ്കിൽ അവിടെ മോർ ആയിരിക്കും. മോർ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തന്നിരുന്നില്ലേ? കമ്പാരിറ്റീവിൽ എങ്ങനെയാ വരിക, സൂപ്പർലേറ്റീവിൽ എങ്ങനെയാ വരിക? കുറച്ച് തന്നായിരുന്നു. കുറച്ച് തന്നായിരുന്നു. നോട്ടില് തന്ന നോട്ടിലുണ്ട്, PDF-ൽ അല്ലാതെ. അപ്പൊ അതേപോലെയൊക്കെ തന്നെയാ. മാം കമ്പാരിറ്റീവ്ലി മോർ വെച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞു. മോർ വെച്ചിട്ടോ? ഇപ്പോ ക്വൈറ്റ്ലി QUIETLY ക്വൈറ്റ്ലി എന്ന് പറയുന്നത് എന്താ? ഒരു ആഡ്വേർബ് ആണ്. ആണോ? ക്വൈറ്റ്ലി എന്ന് പറയുന്നത് ആഡ്വേർബ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ കമ്പാരിറ്റീവ് എന്തായിരിക്കും? കമ്പാരിറ്റീവ് ആഡ്വേർബ് എന്തായിരിക്കും? മോർ ക്വൈറ്റ്ലി. സൂപ്പർലേറ്റീവ് ആണെങ്കിൽ മോസ്റ്റ് ക്വൈറ്റ്ലി ആണ്. ഞാൻ പറയാം, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ഈ LY അവസാനിക്കുന്ന എല്ലാത്തിന്റെ ഫ്രണ്ടില് അതിന് മോറോ മോസ്റ്റോ ആഡ് ചെയ്താൽ മതി. ക്വൈറ്റ്ലി, സ്ലോലി, ഹാപ്പിലി, വണ്ടർഫുള്ളി, ബ്യൂട്ടിഫുള്ളി, കെയർഫുള്ളി, ലൗഡ്ലി, ഓക്കെ, ക്വിക്ലി, LY അവസാനിക്കില്ലേ? ഇതില് ഇവർക്ക് എന്താ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവും മോർ അല്ലെങ്കിൽ മോസ്റ്റ് ആയിരിക്കും വരാം. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയിരിക്കണം എല്ലാവരും. ക്ലിയർ ആയോ? LY അവസാനിക്കുന്ന എല്ലാത്തിനും മോറോ മോസ്റ്റോ ഓൾമോസ്റ്റ് അങ്ങനെ ഇരിക്കും. ഓക്കെ, പിന്നെ കുറച്ച് ഡിഫറൻറ്റ് വരുന്നത് മച്ച് എന്തായിരിക്കും കമ്പാരിറ്റീവില് വരുമ്പോ?
മച്ച്. മോർ. യാ മോർ ആണ്. സൂപ്പർലേറ്റീവ് ആണെങ്കിൽ മോസ്റ്റ്. മോസ്റ്റ് ആണ്. മച്ച്, മോർ, മോസ്റ്റ്. ഓക്കെ. മാം ഇതൊക്കെ എങ്ങനെയാ അത് എക്സാമിനായിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാ അങ്ങനെ റിവൈസ് ചെയ്ത് അങ്ങനെ പഠിക്കലാ അല്ല മനസ്സിലാക്കി പഠിക്കേണ്ടതാ എങ്ങനെയാന്ന്? കുറച്ചൊന്ന് മനസ്സിലാക്കി വെക്കൂ. പെട്ടെന്ന് ഇങ്ങനെ മച്ച് ഇപ്പോ ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിവിടെ ഈ സ്ട്രോങ് ഇവിടെ സ്ട്രോങ് ആണ്ടില്ലേ ബ്രാക്കറ്റില്, അവിടെ ഇപ്പോ മച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സെന്റൻസ് നിക്ക് വായിക്കുമ്പോൾ സൂപ്പർലേറ്റീവ് ആയിട്ട് തോന്നിയാല് അവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? ഡാഷിലൂടെ എന്താ ആഡ് ചെയ്യണം? മോസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ കുറച്ചങ്ങനെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിച്ചു വെക്കാൻ നോക്കാം. ഓക്കെ. എന്തായാലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാ വരാം. ഓക്കെ. ബ്രാക്കറ്റിൽ തരും. അത് നിങ്ങൾ ഇവിടെ ഡാഷിന്റെ അവിടെ നിങ്ങൾ അത് ഏതാണോ അത് ആഡ് ചെയ്യും. കമ്പാരിറ്റീവ് ആണോ സൂപ്പർലേറ്റീവ് ആണോ നോക്കിയിട്ട് ആ ആഡ്വേർബിനെ ഏതായിരിക്കും കുറച്ചുകൂടെ എന്താ അവിടെ വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തന്നിരിക്കുന്ന ആഡ്വർബും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും മനസ്സിലാക്കി വെക്കുക. കുറച്ചുകൂടെ ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് വേർഡ്സ് കിട്ടും. ഇതല്ല, ഇതിപ്പോ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അത്രയും ഒന്നും ആവശ്യം ഉണ്ടാകില്ല. ഒരു സിമ്പിൾ എക്സാം ആയിരിക്കും മേ ബി. ഓക്കെ. കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ സെർച്ച് ചെയ്ത് നോക്കാം. മാം ആ 12ാമത്തെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരൂ. He handled the dash than his sister. ഈ ദാൻ എന്ന് പറയുന്നത് എപ്പോഴും കമ്പയർ ചെയ്യണമായിരിക്കുള്ളൂ അല്ലെ. അവളേക്കാൾ നന്നായിട്ട് അവൻ ഹാൻഡിൽ ചെയ്തേനെ അല്ലെ. എഗ് അവളേക്കാൾ നന്നായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തേനെ എന്നാണ് അവിടെ പറയുന്നത്. അവിടെ കമ്പയർ അല്ലേ. അപ്പൊ അതെന്താണ്? കമ്പാരിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ കെയർഫുള്ളിയെ കമ്പാരിറ്റീവിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്ത് വരും? മോർ കെയർഫുള്ളി. അപ്പൊ ഡാഷിന്റെ അവിടെ എഴുതാ മോർ കെയർഫുള്ളി എന്ന് എഴുതാ. അപ്പൊ ആൻസർ കറക്റ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? Yes, ma'am. Yeah. Then any doubt? മിസ്സേ 13ാമത്തെ സൂപ്പർലേറ്റീവ് ആണോ? 13ാമത്തെ സൂപ്പർലേറ്റീവ് ആണ്. കമ്പയർ ഒന്നുമില്ല അല്ലെ. സൂപ്പർലേറ്റീവ് ആണ്. മോസ്റ്റ് ക്വിക്ലി അറ്റ് ലഞ്ച് ടൈം. ഈ ദാൻ കണ്ടാലോ അപ്പൊ നിങ്ങൾ അത് കമ്പാരിറ്റീവ് ആണെന്ന് വിചാരിക്കാം. ദാൻ അവിടെ ഇല്ലെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ. എന്നാലും നിങ്ങളത് ക്വസ്റ്റ്യൻ എന്നാലും നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഞാനത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അതൊരു ട്രിക്ക് പറഞ്ഞതാ. ഓക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. എനി ഡൗട്ട്? ഇല്ലല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത ടോപ്പിക് ആയിട്ട് വരാം. ഓക്കെ. ഓക്കെ മാം. ഓക്കെ മിസ്. ഓക്കെ. ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു? മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. ഓക്കെ. ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ, പറയാനൊന്നുമില്ലല്ലോ? ഓക്കെ. അതിന്റെ പേടേ? ഓക്കെ മാം. ഓക്കെ. താങ്ക് യു. Thank you, miss. Okay, thank you. Thank you, ma'am. താങ്ക് യു മാം. 14ാമത്തെ ഉത്തരം ഒന്ന് പറഞ്ഞു തരുമോ?